നമസ്കാരം. ജിയോ, എയർടെൽ, വി.ഐ തുടങ്ങിയ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരുടെ താരിഫ് വർധനയ്ക്ക് ശേഷം BSNLന് ധാരാളം പുതിയ വരിക്കാരെ ലഭിച്ചിട്ടുണ്ട്. കമ്പനി രാജ്യത്തെ ഏറ്റവും താങ്ങാനാവുന്ന റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. അതിനാൽ പുതിയ വരിക്കാർ അതിന്റെ സേവനങ്ങളിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പുതിയ വരിക്കാരെ ആകർഷിക്കുന്നതിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം അതിന്റെ 4G റോൾ ഔട്ടും വേഗത്തിലാക്കിയിരുന്നു. ഗ്രാമീണ മേഖലയിലെ ഭൂരിഭാഗം ടെലികോം ഉപഭോക്താക്കളും ഇപ്പോഴും ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നതിനാൽ ഈ ഉപഭോക്താക്കൾക്കായി BSNL പുതിയ സേവനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ കമ്പനിയുടെ ഒരു പോസ്റ്റ് അനുസരിച്ച് ഭാരത് 4G കമ്പാനിയൻ പോളിസിക്ക് കീഴിൽ ഒരു എക്സ്ക്ലൂസീവ് സിം ഹാൻഡ്സെറ്റ് ബണ്ടിംഗ് ഓഫർ സമാരംഭിക്കുന്നതിന് കാർബൺ മൊബൈലുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് BSNL. ഈ പുതിയ ഹാൻഡ്സെറ്റ് ജിയോ ഭാരത് 4G ഫീച്ചർ ഫോണുമായി മത്സരിക്കുകയും താങ്ങാനാവുന്ന വിലയിൽ അതിവേഗ കണക്ടിവിറ്റി നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ ഹാൻഡ്സെറ്റുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് BSNL 4G സേവനങ്ങൾ ഉപയോഗിക്കാൻ വില കൂടിയ സ്മാർട്ട് ഫോണുകളുടെ ആവശ്യമില്ല. സ്ഥാപക ദിനത്തിൽ കാർബൺ മൊബൈലുമായി കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഭാരത് 4G കമ്പാനിയൻ പോളിസിക്ക് കീഴിൽ ഒരു എക്സ്ക്ലൂസീവ് സിം ഹാൻഡ്സെറ്റ് ബണ്ടിംഗ് ഓഫർ അവതരിപ്പിക്കാൻ BSNLും കാർബൺ മൊബൈലും ഒരു ലാൻഡ്മാർക്ക് ധാരണാപത്രത്തിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഒരുമിച്ച് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും താങ്ങാനാവുന്ന 4G കണക്ടിവിറ്റി കൊണ്ടുവരാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെന്ന് BSNL ഒരു എക്സ് പോസ്റ്റിൽ എഴുതിയിരുന്നു. അതേസമയം BSNL അതിന്റെ എക്സ് ഹാൻഡിൽ വഴി തങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്കിലെ സ്പാം ആശയവിനിമയങ്ങളെ ചെറുക്കുന്നതിന് പുതിയ AI അല്ലെങ്കിൽ ML പവർ സൊല്യൂഷൻ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ സേവന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നുണ്ട്. BSNL അടുത്തിടെയാണ് അതിന്റെ 4G നെറ്റ്വർക്കിന്റെ റോൾ ഔട്ട് ആരംഭിച്ചിരുന്നത്. ഇപ്പോൾ അതിന്റെ 5G നെറ്റ്വർക്ക് പരീക്ഷിക്കുന്ന പ്രക്രിയയിലാണ്. കമ്പനിയുടെ പ്രഖ്യാപനം അനുസരിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യ വികസനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. വിന്യസിച്ചു കഴിഞ്ഞാൽ അത് BSNL ഉപഭോക്താക്കളിൽ എത്തുന്നതിന് മുമ്പ് സ്പാം ആശയവിനിമയങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുകയും നിർവീര്യമാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യും. ഒക്ടോബർ 15 മുതൽ 18 വരെ നടക്കുന്ന പ്രമുഖ ടെലികോം വ്യവസായ കോൺഫറൻസും ട്രേഡ് ഷോയുമായ ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് 2024ൽ ഈ പരിഹാരം വെളിപ്പെടുത്തും. അടുത്ത വർഷം മാർച്ചോടെ BSNL മുഴുവനായും 4Gയിലേക്ക് മാറും. 7500 ടവറുകൾ പൂർണ്ണമായും 4Gയിലേക്ക് എത്തും. 3500 ടവറുകൾ ഇതിനോടകം 4Gയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാർച്ചിന് ശേഷം 6 മുതൽ 8 മാസങ്ങൾക്കുള്ളിൽ 4G സേവനങ്ങൾ ആരംഭിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കമ്പനി. കാർഡ് റീപ്ലേസ്മെന്റുകളിലൂടെയും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡുകളിലൂടെയും നിലവിലുള്ള 4G സൈറ്റുകൾ 5Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. BSNLന്റെ നിലവിലെ 4G സാങ്കേതിക വിദ്യ അതിന്റെ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുന്നതും 5G നെറ്റ്വർക്കിനെ പിന്തുണയ്ക്കുന്നതുമാണ്. അതേസമയം സ്വകാര്യ മൊബൈൽ സേവന ദാതാക്കൾ നിരക്ക് വർദ്ധിച്ചതോടെ BSNL വരിക്കാരിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ജൂലൈയിൽ മാത്രം 1.35 ലക്ഷം ഉപഭോക്താക്കളാണ് BSNLിലേക്ക് എത്തിയിരിക്കുന്നത്.